പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. അസാധ്യ സ്വാദാട്ടോ. പഴങ്കഞ്ഞി ഒരു വികാരമാണല്ലേ നമ്മുടെ മലയാളികളുടെ. വാവും. കുറച്ച് ലേശം ഉപ്പ് കൂടുതലാണ് പഴങ്കഞ്ഞിക്ക്. എല്ലാവരും ഉപ്പും കൂടെ കൂടുതലുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. കുറച്ചൊരു പഴങ്കഞ്ഞിൽ ഉപ്പിടത്തില്ല, ഉപ്പും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ അതിനൊരു ടേസ്റ്റ് വരത്തുള്ളൂ. ഒരു വറുത്ത മീനാണേ. ഈ മീൻ ഏതാന്ന് ചോദിച്ചാലോ, ഞങ്ങളുടെ നാട്ടിൽ ഇതിന് മോദാന്നാ പറയുന്നത്. ഇത് മുഴുവനും ഒന്നും ഞാൻ കണ്ടിട്ടില്ല, മുഴുവനായിട്ട് കണ്ടില്ല. ഈ പീസായിട്ട് വരുന്ന മീനാ. മീൻ ഏതാണെങ്കിലും പഴങ്കഞ്ഞിയും കുറച്ച് കപ്പയും അതിൻ്റെ കൂടെ കുറച്ച് മീനും, ഇതിൻ്റെ കൂടെ ഒരു സാധനം കൂടെ വേണമായിരുന്നു, നമ്മുടെ മോര്. അതുകൂടിയായിരുന്നു, സൂപ്പറായിരുന്നു, തകർത്തനെ ഞാൻ. ദേ, ഞാൻ കഴിക്കുന്നത് മാത്രം കണ്ടാൽ പോരല്ലോ, ഇതെടുത്തത് കണ്ടത് ഇതാട്ടോ മീൻ കറി. തലേ ദിവസം വെച്ച അടിപൊളി മോദക്കറിയാണ്. നല്ല കൊടംപുളിയൊക്കെ ഇട്ട് വെച്ചാണ്. കുറച്ച് ചാറ് അങ്ങോട്ട് കൂട്ടി വെച്ചായിരുന്നു. എന്തായാലും അതിങ്ങോട്ടങ്ങ് ഒഴിക്കുക. ഒരു പുളിയൊക്കെ സൈഡിൽ കിടന്നോട്ടെ ഒരു അലങ്കാരത്തിന്. ഇത് മോദ വറുത്തതാണ് കേട്ടോ, അടിപൊളിയാണ്. ഇപ്പം മോദ വറുത്തത് ഒത്തിരി വലിച്ചു വാരി ഒന്നും ഇടണ്ട, നമുക്ക് ഈ കറി മാത്രം മതി. വാവോ, എന്ത് ടേസ്റ്റാണെന്നറിയാമോ. അപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നിങ്ങളുടെ സ്വന്തം ചിഹ്നമാണ് കേട്ടോ. ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ റിവ്യൂ അല്ലാതെ കുറച്ച് വീഡിയോസൊക്കെ ആയിട്ട് പ്രത്യക്ഷപ്പെടാറുണ്ട്, നിങ്ങൾക്കറിയാം. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ടാറ്റാ, ബൈ ബൈ.